ഗുഡ് മോർണിംഗ് അവരും പ്രേസ്കാരന്റെ പെരുമഞ്ചു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീതിമാന്മാരെ തേടിയെത്തിയതല്ലേ യേശുക്രിസ്തു. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മുടെ പാപത്തിൽ നമ്മൾ മരിച്ചിരുന്ന സമയത്ത്, അല്ലെ നമ്മൾ വീക്കായിരുന്നപ്പോൾ, നമ്മൾക്ക് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളാതിരുന്ന സമയത്ത്, പാപികളായിരുന്നപ്പോൾ, പാപത്തിൽ മരിച്ചവരായിരുന്നപ്പോൾ നമ്മളെ തേടിയെത്തിയതാണ് യേശുക്രിസ്തു. പിന്നെയും പാപത്തിലായി പോകുന്നതിന് വേണ്ടിയല്ല. നമ്മൾ ആദം പാപം ചെയ്തത് കൊണ്ട് ഡെത്ത് റെയിൻ ചെയ്തിരുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് മരണം റൂൾ ചെയ്തുകൊണ്ടിരുന്നു. മരണം എന്താ പറയുക, നമ്മളെല്ലാവരും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒത്തിരി അധികം വീക്കായിരുന്നപ്പോൾ, നമുക്ക് ഹെൽപ്പ് ഇല്ലായിരുന്ന സമയത്ത്, അല്ലെ, യേശുക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ജയാളികളാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാര് തിരിച്ച് പാപത്തിലേക്ക് പോകരുത്, അല്ലെ. അത് നമ്മൾ അവനോട് ചെയ്യുന്ന നെറിയാടാണ്. അതിനെപ്പറ്റിയാണ് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നന്ദിയുള്ള വ്യക്തികളായിരിക്കാൻ നമ്മൾക്ക്, അല്ലെ. അതാണ് എനിക്കിന്ന് സംസാരിക്കുന്നത്. മുമ്പോട്ട് പോകുന്ന മുമ്പാട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്. കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. ഞങ്ങൾ വീക്കായിരുന്നപ്പോൾ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ലോകത്തിലേക്ക് വന്ന് ഞങ്ങളെ വീണ്ടെടുത്തവരാണ് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവേ. ഞങ്ങളുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല. സാക്രിഫിഷ്യൽ ലവ് അങ്ങേക്ക് ഞങ്ങളോട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു മാസ്റ്റർ. വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. യേശുവെ നന്ദി പിതാവ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിന്ന് റോമകൃത ലേഖനത്തിലേക്ക് പോകാം. അതിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ 6 തൊട്ട് 18 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അതിനു മുമ്പായിട്ട് റോമകൃത ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 18 തൊട്ട് താഴേക്കുള്ള വാക്യത്തില് പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, പോൾ വഴി ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, അനീതി കൊണ്ട് ഒരു ഒറ്റ വാക്ക് മാത്രം ഒന്ന് വായിക്കുക. 18-ാമത്തെ വാക്ക് വായിക്കുക. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ദൈവം തന്നെ കുറിച്ചുള്ള എല്ലാം മനുഷ്യരുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ദൈവം തന്റെ ക്രിയേഷൻ വഴി, തന്റെ സൃഷ്ടി വഴിയും തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കാർക്ക് ദൈവം ആരെന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാതിരുന്നിട്ടല്ല, ദൈവം ഓൾറെഡി മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെ. അപ്പൊ ഈ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ജാതികളുടെ ഹൃദയത്തിലും എന്താ പറയുക, ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ അത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക ദൈവം, അല്ലെ. ദൈവം ആരോടും ഒരു അനീതിയും കാണിക്കുന്നില്ല. എന്താ പറയുക, ജെന്റൈൽസ് എന്നും പിന്നെ ജൂതന്മാരെന്നും വേർതിരിവ് കാണിച്ചിട്ടുണ്ട്. അവരെ മാത്രം ദൈവം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയൊന്നുമില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ, നമ്മളും നേരത്തെ ജാതികളാണ്, നമ്മുടെ ഉള്ളിലും ദൈവം ന്യായപ്രമാണത്തിന്റെ എസൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദൈവം എല്ലാവരും ഒരുപോലെ കരുതുന്നവർ. പക്ഷെ മനുഷ്യര് ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും താല്പര്യമില്ലാതെ അവരെ ഹൃദയം കട്ടിയുള്ളവരായി പോയിരുന്നു എന്ന് ഇവിടെ 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞതിന് ശേഷം 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ പോൾ ഇങ്ങനെ പറയുക, നമ്മൾക്ക് ആരെയും കുറ്റപ്പെടുത്താനുള്ള അധികാരമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഈ എന്താ പറയാ, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന് നന്ദി കൊടുക്കാൻ താല്പര്യമില്ലാതെ നടക്കുന്ന ഓരോ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഹൃദയം കഠിനമായി പോയിരിക്കുന്ന വ്യക്തികളെ പോൽ തന്നെ നമ്മളും ആയി പോയിരിക്കുന്നു, അല്ലെ. അതേപോലെ തന്നെ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നവരാണ് എന്ന് പറയുക, അല്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ 3-ാമത്തെ ചാപ്റ്ററിൽ പോൾ ഇങ്ങനെ പറയുക, എല്ലാവരും പാവത്തിലായി പോയിരുന്ന വ്യക്തികളായിരുന്നു, ദൈവത്തിന്റെ ആ ഗ്ലോറിയിൽ നിന്ന് വീണു പോയിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടി ദൈവം, അല്ലെ, റൈച്ചസ്നെസ് അപ്പാർട്ട് ഫ്രം ലോയിൽ നിന്ന് അപ്പാർട്ടായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആ ലോ, ദൈവം കൊടുത്തിരിക്കുന്ന, ജൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന ലോ വഴി ആർക്കും തന്നെ നീതിമാനാകപ്പെടാൻ സാധിക്കത്തില്ല. ലോ കൊണ്ടുവന്നിരിക്കുന്നത് പാവത്തെ പറ്റിയുള്ള അറിവ് മാത്രമാണ്. അപ്പോ യേശുക്രിസ്തു വഴി, യേശുവിൽ വിശ്വസിക്കുന്ന വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന റൈറ്റസ്നെസ്, ആ നീതി എന്നുള്ളത് ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുവാണ്, 6-ാമത്തെ വാക്കോട്ട്, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി പറയാം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്കു നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാമോ അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക്
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചത് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മള് പാപികളായിരുന്ന സമയത്ത്, അല്ലെ, പാപികളായിരുന്നപ്പോ, വീക്കായിരുന്നപ്പോ, ഒരു ഹെൽപ്പ് എങ്ങു നിന്നും കിട്ടാൻ ഇല്ലാതിരുന്ന സമയത്ത് യേശുക്രിസ്തു തക്ക സമയത്ത് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നാ പറഞ്ഞിരിക്കുക. തക്ക സമയത്ത്, അല്ലെ, ദൈവം യേശുക്രിസ്തു മുമ്പേ വന്നില്ല, നേരത്തെ വന്നില്ല, താമസിച്ചും വന്നില്ല, തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നപ്പോൾ, അല്ലെ, നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറി പാവമായിട്ട് തീർന്നപ്പോൾ നമ്മളെ വിടുവിക്കുകയോ ചെയ്തിരിക്കുന്നത്. നമ്മള് ആയിരുന്ന പാപത്തിന്റെ ആ എന്താ പറയുക, പടുകുഴിയിൽ നിന്ന്, ആ സ്ലേവറിയിൽ നിന്ന്, ഇങ്ങനെ പറഞ്ഞ് 12ാമത്തെ വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു. ഇനി 14ാമത്തെ വാക്കിലേക്ക് ഞാൻ പോവുകയാണ്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമേ പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. പാപം വാണിരിക്കുമായിരുന്നു. പാപം നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നു. പാപത്തിന്റെ സ്ലേവുകളായിരുന്നു, അടിമകളായിരുന്നു നമ്മൾ. പക്ഷേ അങ്ങനെ ആയിരുന്നവർക്ക് വേണ്ടി എന്താണ്, നമ്മൾ വീക്കായിരുന്നു, അല്ലെ. അടിമകൾക്ക് സംസാരശേഷിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരശേഷി ഇല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാല് അവരെ വാക്കുകൾക്ക് വിലയില്ല, അല്ലെ. അടിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവരെ ഒപ്പീനിയൻസിന് ഒരു വിലയില്ല. അവരുടെ അഭിപ്രായം ആരും ചോദിക്കാനും പോകുന്നില്ല. പാപത്തിലായിരുന്നു നമ്മള്, പാപത്തിന്റെ അടിമകളായിരുന്നു നമ്മള്, പിശാചിന്റെ അടിമകളായിരുന്ന നമ്മളെ യേശുക്രിസ്തു, അല്ലെ, നമ്മളെ രക്ഷപ്പെടുത്തിയ കഥയെ പറഞ്ഞേക്ക്. ഇതൊരു കഥ, ഒരു ലവ് സ്റ്റോറി ഇത്, അല്ലെ. അവന്റെ സ്നേഹത്തിന്റെ ലവ് സ്റ്റോറിയാ ഇത് ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത്. 15ാമത്തെ വാക്ക് പറയാ, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യം ഒരുപോലെ അല്ല. ഏകന്റെ ലംഘനത്തെ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലം ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്കു ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നിരിക്കുന്നു, അല്ലെ. അപ്പോ പാപം വന്നു, ഏകന്റെ പാപത്താൽ, ഏകന്റെ ഡിസൊബീഡിയൻസ് കൊണ്ട്, ആദം ചെയ്ത ഡിസൊബീഡിയൻസ് കൊണ്ട്, അനുസരണ ഇല്ലാഴി കൊണ്ട് പാപം ഈ ലോകത്തിലേക്ക് വന്നു. പാപം കാരണം മരണം വാഴ്ന്നുകൊണ്ടിരുന്ന സ്ഥലത്ത്, മരണം രാജാവിനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ മുകളില് വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് യേശുക്രിസ്തു തന്റെ കരുണയാല് നമ്മളോടുള്ള ഒരിക്കൽ പോലും അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഈ ലോകത്തിലേക്ക് വരികയും നമ്മളെ വിടുവിക്കുകയും, നമ്മളെ ഇന്ന് 17ാമത്തെ വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്ക് ഇങ്ങനെ പറയും, ഏകന്റെ ലംഘനത്താൽ മരണം ഏകനാൽ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയുടെയും ഗ്രേസും റൈച്ചസ്നെസ്സും സമൃദ്ധി ലഭിച്ചവർ. റൈച്ചസ്നെസ് ഫ്രീ ഗിഫ്റ്റ് ആണ്, ഗ്രേസ് ഫ്രീ ഗിഫ്റ്റ് ആണ്, ലൈഫ് ഫ്രീ ഗിഫ്റ്റ് ആണ്, നമുക്ക് തന്നിരിക്കുകയാണ് യേശുക്രിസ്തു. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നുള്ള ഫ്രീ ഗിഫ്റ്റ് ആണ്. എല്ലാം യേശുവിൽ നിന്ന് വന്നിരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആളുകൾ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും എന്നാ പറഞ്ഞേക്ക്. ഇന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ജീവനിൽ വാഴുന്നതിന് വേണ്ടിയാണ്, ഈ ജീവിതത്തിൽ റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്, രാജാക്കന്മാരെ പോലെ വാഴുന്നതിന് വേണ്ടി. ഹോളി നേഷനും എന്താ പറയുക, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ് നമ്മൾ, അല്ലെ. അതിനുവേണ്ടി എന്താ പറയുക, ഹോളി നേഷൻ ആയിരിക്കുന്നവർ രാജാക്കന്മാരെ പോലെ വാഴുന്ന വ്യക്തികളായിരിക്കണം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു. അവന്റെ സ്നേഹത്തെ പറ്റി നമ്മൾ ഒന്നും കൂടെ തിരിച്ചു പോയി ചിന്തിക്കുകയാണെങ്കിൽ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് തന്നെ ദുർലഭം. അങ്ങനെ ഇരുന്നപ്പോ നമ്മൾക്ക് വേണ്ടി മരിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന യേശു ക്രിസ്തു, അല്ലെ, നമ്മൾക്ക് വേണ്ടി മരിക്കുകയും
ക്രോസ് ഓഫ് കാൽവറിയില് നമ്മൾക്ക് വേണ്ടി മരിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു വഴി നമ്മളിന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുകയോ ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മുടെ സാൽവേഷൻ ആയിട്ടില്ല. സാൽവേഷൻ രക്ഷ എന്ന് പറഞ്ഞ അവസാനമാണ്. ഇങ്ങനെ 9ാമത്തെ വാക്യം പറഞ്ഞിരിക്കുക, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ എത്രയധികമേ കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും അല്ലെ. ദൈവത്തിന്റെ ഇറ്റേണൽ റാത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചു. നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ വീക്ക് ആയിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഇന്ന് നമ്മൾക്ക് വേണ്ടി അവൻ ജീവിക്കുന്നവനാണെങ്കിൽ നമ്മൾ എത്രമാത്രം രക്ഷിക്കപ്പെടും അല്ലെ. എത്രമാത്രം എന്താ പറയാ, ദൈവത്തിന്റെ കൃപ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കൃപയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ മുമ്പോട്ട് ജീവിക്കേണ്ടത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഏകന്റെ പാപത്താൽ വന്ന മരണം അല്ലെ, ആ മരണം നമ്മളുടെ പൊക്കത്തില് വാണിരുന്നെങ്കിൽ അല്ലെ, രാജാവിനെ പോലെ ഭരിച്ചിരുന്നെങ്കിൽ, നമ്മളെ അടിമകളെ പോലെ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അല്ലെ. പക്ഷെ ഇന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയോ ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വർഷങ്ങളായിട്ട് അല്ലെ മരണഭയത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളെ വീണ്ടെടുക്കുകയോ ചെയ്തിരിക്കുന്നത് അല്ലെ. യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടമായിരുന്നു തന്റെ പുത്രനെ പെർഫെക്റ്റ് ആയിട്ട് സഫറിങ് വഴി പെർഫെക്റ്റ് ആക്കണം എന്നുള്ളത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അങ്ങനെ പെർഫെക്റ്റഡ് ആക്കുന്നതിന് വേണ്ടി. നമ്മള് ദൈവത്തിന്റെ സൃഷ്ടി ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആയിരുന്നു അല്ലെ, ജഡവും മാംസവും ധരിച്ചതുപോലെ അതുവഴി നമ്മള് പാപത്തിന്റെ പിടിയിലായി പോവുകയും പാപത്തില് നമ്മള് ഭയത്തോടു കൂടി ജീവിക്കും, മരണഭയത്തോടു കൂടി അനേകം വർഷങ്ങൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തികളെ ഇന്ന് ദൈവം യേശുക്രിസ്തു വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നാണ് പോൾ വഴി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയും തിരിച്ച് പാപത്തിന്റെ പിടിയിലേക്കായി പോകാതെ അല്ലെ, കഴിഞ്ഞതിനെ കഴിഞ്ഞതുപോലെ വിട്ടുകൊണ്ട് ഇന്ന് നമ്മൾ പാപത്തിനെ ഭരിക്കുന്ന വ്യക്തികളായിക്കൊണ്ട്, പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലാതെ അല്ലെ, ദൈവത്തിന്റെ സ്നേഹത്തില് നമ്മൾ ഊന്നിക്കൊണ്ട് അല്ലെ ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക. പാപത്തിലായി കഴിഞ്ഞാൽ, പാപത്താൽ ആയിട്ടുണ്ടെങ്കിൽ പിശാചിന്റെ അടിമകളെ തീരും നമ്മൾ. അപ്പൊ അതിനായിട്ടല്ല, നമ്മളിന്ന് ജയാളികളായിട്ട് ഭരിക്കുന്നവരായി വാഴുന്നതിന് വേണ്ടി ജീവനിൽ വാഴും എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ ക്രൂസ് ഓഫ് കാൽവറിയിലെ മരണം കൊണ്ട് നമ്മളെ ജീവനിൽ വാഴുന്നവരാക്കി തീർത്തിരിക്കുക ചെയ്തിരിക്കുന്നത്. അവൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ജീവിതം തരുന്നതിന് വേണ്ടിയാണ് അല്ലെ. ശത്രു വന്നിരിക്കുന്ന അറക്കാനും മുടിപ്പാനും വന്നിരിക്കുന്നത് അല്ലെ, കൊന്നു തള്ളാനാവും വന്നിരിക്കുന്നത്, പിശാച് വന്നിരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല, ജീവിതം അത് അബണ്ടന്റ് ആയിട്ട് തരുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവന്റെ സ്നേഹത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുക 6ാമത്തെ വാക്കോട്ട് 10ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ അല്ലെ, നമ്മൾക്ക് എന്താ പറയാ, നമ്മളെ ആർക്കും ഒന്നും തന്ന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ, ഇപ്പോഴും ആർക്കും തന്നെ ഒന്നും തന്നെ നമ്മളെ സഹായിക്കാൻ സാധിക്കത്തില്ല. കാരണം ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വളരെയധികം കോസ്റ്റ്ലി ആണെന്നാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഒരിക്കൽ പോലും അത് മതിയാവുന്നതല്ല. അങ്ങനെ നമ്മൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് ഇന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പാപത്തിലായിപ്പെടാതിരിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി. അവന്റെ സ്നേഹം എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, സാക്രിഫിഷ്യൽ ലവ് ആണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ രക്തത്താൽ നീതിരിക്കപ്പെട്ട ശേഷം 8ാമത്തെ വാക്ക്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്ന് പറയുമ്പോൾ യേശുവും പിതാവും ഹോളി സ്പിരിറ്റ് ഗോഡും അല്ലേ, അവര് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച്, പിതാവ് തന്റെ സ്നേഹം മനുഷ്യവർഗത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് തന്റെ മകനെ ക്രോസ് ഓഫ് കാൽവറി നമുക്ക് വേണ്ടി പാപമായി തീർത്തുകൊണ്ട്. യേശുക്രിസ്തു നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി മരിച്ചുകൊണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്ന് പിതാവിന്റെ വലഭാഗത്ത് ഇരുത്തിക്കൊണ്ട് അല്ലെ, നമ്മൾക്ക് വേണ്ടി മെൽക്കിസേദേക്കിന്റെ ഓർഡറിലുള്ള ഹൈ പ്രീസ്റ്റ് ആയിട്ട് നമ്മൾക്ക് വേണ്ടി ഇന്ന് ഭരിക്കുന്ന ദൈവം യേശുക്രിസ്തു അല്ലെ, നമ്മൾക്ക് വേണ്ടി ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നുകൊണ്ട് പ്ലീഡ് ചെയ്യുന്നവനായിട്ടുള്ള യേശുക്രിസ്തു അല്ലെ. അപ്പോ ഇങ്ങനെയാ ദൈവം പറയുന്നത് നമ്മളോട്, നമ്മൾ ഇനിയും പാപത്തിന്റെ പിടിയിലായി പോകുന്ന വ്യക്തികളാകരുത്.
അല്ലെ? ഇനിയും പാപത്തിന്റെ പിടിയിലായി പോകുന്ന വ്യക്തികൾ നമ്മൾ ആകരുത് എന്ന് യേശുക്രിസ്തു നമ്മളോട് പറയുക. 6-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ഒരിക്കലും പാപത്തിന് വേണ്ടി മരിച്ചാണ്. ഇന്നവൻ ജീവിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് ദൈവം നമ്മളോട് പറയുക. ഇനിയും പാപത്തിന്റെ അടിമകളായി തീർന്നുകൊണ്ട്, പിശാചിന്റെ അടിമകളായി തീർന്നുകൊണ്ട് മരിച്ചു ഇരിക്കുന്ന വ്യക്തികളായി തീരാതെ സൂക്ഷിക്കുക എന്ന് നമ്മളോട് തന്നെ ദൈവം പറഞ്ഞിരിക്കുക, അല്ലെ? നമ്മൾക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി അവനുണ്ട്. അവന്റെ കൃപയാലും നമ്മൾ എത്രമാത്രം രക്ഷിക്കപ്പെടും. അവന്റെ മരണം കൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടെങ്കിൽ അവന്റെ ജീവിതം കൊണ്ട് നമ്മൾ എത്രമാത്രം രക്ഷയിലേക്ക് നമ്മൾ വരും, അല്ലെ? അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം നമുക്ക് മുറുക്കെ പിടിക്കാം. അതിനെ നശിപ്പിച്ച് കളയാൻ ഉള്ളതല്ല. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പാപത്തിലായി പോകാതിരിക്കുക, ഈ ലോകത്തിന്റെ പിടിയിലായി പോകാതിരിക്കുക, അല്ലെ? ദൈവത്തിന്റെ സ്നേഹം അത് ജീവൻ തരുന്ന സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കൽ പോലും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെ വെറുതെ അപ്രൂവ് ചെയ്യുന്ന ഒരു സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കരുത്, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്നേഹമല്ല യേശുക്രിസ്തുവിന്റെ സ്നേഹം. യേശുക്രിസ്തു റൈച്ചസ് ആയിട്ടുള്ള ദൈവമാണ്. നമ്മുടെ പാപം മുഴുവനും എന്താ പറയാ ഏറ്റെടുത്ത് അവൻ വാസ്തവമാണ്. ഇനിയും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവനുമായിട്ട് നമുക്കൊരു ഫെലോഷിപ്പ് ഇല്ല എന്നാ കാണിക്കുന്നത്. ദൈവത്തിന്റെ രക്തത്തെ, യേശുക്രിസ്തുവിന്റെ രക്തത്തെ നമ്മൾ കാലിന്റെ താഴെയിട്ട് ചവിട്ടി കൂട്ടുന്ന വ്യക്തികളാകരുത്. നമ്മൾ അതിനുള്ള ജീവിതമായിരിക്കരുത് ജീവിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, അല്ലെ? അപ്പോ ഇനി പാപത്തിലേക്കായി പോകുന്ന വ്യക്തികൾക്ക് ഒരു ബലിയില്ല എന്നൊരു കാര്യം നമ്മൾ എന്നും മനസ്സിൽ ഓർത്തു വെക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താൻ. കർത്താവെ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വഴി കൂടെ നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഇനി ഒരിക്കൽ പോലും പാപത്തിലേക്കായി പോകാതെ. Thank you, Jesus, Master. Praise and worship you, mighty King. Thank you so much, Master. In Jesus' name, Amen. കേട്ട ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.